നമസ്കാരം ആർപി. നമസ്കാരം. നമ്മുടെ സിന്ധു നദീജല കരാറിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആകെ വെപ്രാളം പിടിച്ചൊരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ കൈവെട്ടുമെന്ന് പറയുന്നു, ഒരു സമരസത്തിനും ഇല്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആകെ വെപ്രാളം പിടിച്ചൊരവസ്ഥയാണ്. ഈ സാഹചര്യത്തെ ആർപി എങ്ങനെ വിലയിരുത്തും? സമരസത്തിനില്ല എന്ന് പാകിസ്ഥാനല്ല പറയേണ്ടത്, നമ്മളാണ് പറയുന്നത്. സമരസത്തിനില്ല, നമ്മൾ ഒരു കാര്യത്തിലും ഇനി ഒരു കോംപ്രമൈസിന് ഇല്ല എന്ന് നമ്മളാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളാണിപ്പോൾ പറയുന്നത്. അതിനെതിരെ വലിയ തോതിൽ ഇപ്പോൾ ലോബിയിങ് നടക്കുന്നുണ്ട്. മനോജ്, അത് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നമ്മളിപ്പോൾ CAA അതേപോലെ SIR ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഇവിടുത്തെ ഇടത് ലിബറൽ ജിഹാദി ആക്സസ് ആ ഒരു കൂട്ടുകെട്ട് വലിയ തോതിൽ ബഹളം വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കർഷക സമരമായാലും അതിനൊക്കെ മുമ്പുള്ള എല്ലാ സമരങ്ങളും അറിയാം. ഇനി അതുപോലെ ഒരു വലിയ തോതിൽ ഇവിടെ ക്യാമ്പയിൻ നടക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ഈ ഇൻഡസ് ട്രീറ്റി എന്ന് പറയുന്നത്, സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. ഈ കരാറിൽ നമ്മൾ പാകിസ്ഥാനെ വലിയ തോതിൽ ദ്രോഹിക്കുന്നു, പാകിസ്ഥാനോട് നമ്മൾ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത്, ഇൻ്റർനാഷണൽ ലോബി നമുക്കെതിരെ തിരിയും എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്കുള്ളിൽ തന്നെ ഭാരതത്തിനെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കാൻ ഇപ്പോൾ തന്നെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു മലയാളി തന്നെ എഴുതിയിരിക്കുന്ന ഒരു വലിയ ഉപന്യാസമാണ്, കാണ്ഡമായിട്ട് എഴുതി വിട്ടിരിക്കുകയാണ്. നമ്മൾ പാകിസ്ഥാനോട് ഈ ദ്രോഹമൊന്നും കാണിക്കാൻ പാടില്ല. പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിക്കുന്ന ദ്രോഹങ്ങൾക്കും പാകിസ്ഥാൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നാശങ്ങൾക്കും ജീവഹാനിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ഷോക്കിനും ഒന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊരു വലിയ ട്രാപ്പാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ട്രാപ്പല്ല. ഇന്ത്യയെ ഒരു ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുക. അതായത് ഇന്ത്യ വലിയ രാജ്യമാണ്, പാകിസ്ഥാൻ അങ്ങനെയല്ലല്ലോ, പാകിസ്ഥാൻ എന്തും ചെയ്യട്ടെ, നമ്മൾ തിരിച്ചങ്ങനെ ചെയ്യാമോ? ഈ രീതിയിൽ നമ്മളെ ഇമോഷണൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ഷണ്ടത്വം ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇടയിൽ. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പാകിസ്ഥാൻ അങ്ങനെ ചെയ്യാം, ചൈന വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ രീതിയിലുള്ള നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ജിയോ പൊളിറ്റിക്സ് നടക്കുന്നത്. പ്രത്യേകിച്ച് മോദിയുടെ കാലത്ത് അങ്ങനെയൊന്നുമല്ല ജിയോ പൊളിറ്റിക്സ് നടക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന അതൊരു ഗംഭീര സ്റ്റേറ്റ്മെൻറ്റാണ്. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പറയുന്നത് ഒരു ഗംഭീര സ്റ്റേറ്റ്മെൻറ്റാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആർപി ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അമൻ കി ആശ വാദികൾ എന്ന് പറയും, ശാന്തി ദൂതന്മാരെന്നവരെ പരിഹസിച്ചുമൊക്കെ പറയാറുണ്ട്. അതിന്റെ ഒരു തുടക്കം തന്നെ ഇപ്പോൾ കുറച്ച് ആർപി പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലുള്ള ഒരു പ്രതികരണത്തിനും അപ്പുറം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാഷണൽ കോൺഫറൻസിന്റെ തലവൻ ഫറൂഖ് അബ്ദുള്ള, RJDയുടെ MP ഒരു മനോജ് ജ, പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ പുതിയൊരു താരോദയമുണ്ടല്ലോ ഹുമയൂൺ കബീർ, ഇവരെല്ലാവരും കൂടി ചേർന്നൊരു സംയുക്ത പ്രസ്താവന പാകിസ്ഥാനും ഭാരതത്തിനും അയച്ചിട്ടുണ്ട്. ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിക്കണം, തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം, വ്യോമയാന പാതകൾ തുറക്കണം എന്നൊക്കെ ആവശ്യങ്ങൾ വെച്ച് അത് ഈ അമൻ കി ആശ ഈ സിന്ധു നദീജല കരാറിലേക്ക് തന്നെയാണോ നീളുന്നത്? ആർപ്പിക്കുന്നു 100%. അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഈ അമൻ കി ആശ എവിടെ നിന്ന് വന്നു? ശരിക്കും അമൻ കി ആശ വരേണ്ടത് ഇപ്പോഴല്ലല്ലോ, ഭാരതത്തിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ. അപ്പോൾ ഒരു അമൻ കി ആശയും ഇല്ല, രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും ആരുമില്ല. പാകിസ്ഥാൻ ഒരു ഷോക്ക് വരുന്നു എന്ന് വരുമ്പോൾ അപ്പോഴാണ് ഈ അമൻ കി ആശയൊക്കെ പൊട്ടിമുളയ്ക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം, ഇന്ത്യക്ക് ഒരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതായത് ഭാരതം ഉദ്ദേശിച്ചത് സംഭവിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ. ഒന്ന്, ഇവിടെ ഈ പറയുന്ന മുക്കിനും മൂലയിലും ഒളിച്ചിരിക്കുന്ന പാകിസ്ഥാൻ സ്നേഹികളെല്ലാം വീണ്ടും സടകുടഞ്ഞ് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. കുറേ എണ്ണം ഒതുങ്ങി, ഇപ്പോൾ പുതിയ കുറേ രൂപങ്ങളും പുതിയ കുറേ ആൾക്കാരും അവതാരങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ ഭാരതം എന്തിനാണ് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിട്ടില്ല? ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല, മരവിപ്പിച്ചിട്ടേ ഉള്ളൂ. റദ്ദാക്കാൻ സാധ്യമല്ല എന്നാണ് ഇൻ്റർനാഷണൽ ട്രീറ്റി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മരവിപ്പിച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മുകളിലല്ല പ്രഷർ വരുന്നത്, പാകിസ്ഥാൻ്റെ മുകളിലാണ് പ്രഷർ വരുന്നത്. പാകിസ്ഥാൻ ഈ കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുന്ന, ഇന്ന് തന്നെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആൻറ്റി ഇന്ത്യ കോൺഫറൻസ് നടക്കുകയാണ്. ബിലാവൽ ഭൂട്ടോയൊക്കെയാണ് സംസാരിക്കുന്നത്, ഇന്ത്യ വലിയൊരു മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്നത്. പക്ഷേ ഇവർ ഈ ഇന്ത്യക്കുള്ളിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ എത്ര ഭീകരമാണ്, അതിനെക്കുറിച്ച് ഒരാളും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പാകിസ്ഥാൻ്റെ മുകളിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, പാകിസ്ഥാനെ അടിക്കുക, യുദ്ധമുണ്ടാക്കുക, അവിടെ തീർക്കുക.
ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ അമേരിക്കയിലാണ് ഇതുപോലെ നിരന്തരം ഒരു രാജ്യം കുഴപ്പമുണ്ടാക്കുന്നതെങ്കിൽ അമേരിക്ക ആ രാജ്യത്തെ ഇല്ലാതാക്കും. റഷ്യ ആണെങ്കിലും ചിലപ്പോൾ ചെയ്യും. നമ്മളായതുകൊണ്ടാണ് ഇതിങ്ങനെ സഹിക്കുന്നത്. അപ്പോൾ സഹിക്കുമ്പോൾ ഇവരുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഇവന് ഒരു ബഹളം അല്ലെങ്കിൽ ഒരു ചെറിയ ആക്രമണം അത്രയൊക്കെ ചെയ്യുള്ളൂ, ഇതിനപ്പുറം പാകിസ്ഥാനെ ഉപദ്രവിക്കുന്ന യാതൊന്നും ഭാരതം ചെയ്യില്ല എന്ന് അവർ നമ്മുടെ പ്രതികരണത്തെക്കുറിച്ച് അവർ പഠിച്ചു വച്ചിരിക്കുകയാണ്. അതാണ് മാറ്റിയത്. ഈ സഹനത്തെ ഒരു ദൗർബല്യമായി പാകിസ്ഥാൻ കാണുന്ന ഒരു രീതി, നമ്മുടെ സഹനത്തെ, അത് നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് അതിനൊരു അല്ലല്ല, നമ്മുടെ സഹനത്തിന്റെ കാരണം ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഈ നയം തന്നെയാണ്. ഇത് മാത്രമല്ല മനോജ്, ഇത് മാത്രമല്ല, ഇതിപ്പോൾ 1960 ഉണ്ടാക്കിയ ട്രീറ്റിയാണ്. ശ്രദ്ധിച്ച് ഇതൊന്ന് കേൾക്കണം. 60 ഉണ്ടാക്കിയ ഈ ട്രീറ്റി ഒരു തരത്തിലും ഭാരതത്തിന് അനുകൂലമല്ല. ഇത് പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ ഫേവർ ചെയ്യുന്ന ട്രീറ്റിയാണ്. 80% വെള്ളമാണ് ഇതിൽ പാകിസ്ഥാന് പോകുന്നത്. അതായത് ഇത് ഇൻഡസ് ട്രീറ്റി എന്ന് പറയുമ്പോൾ ഇൻഡസ് സിസ്റ്റത്തിൻ്റെ ഒരു ട്രീറ്റിയാണ്. 6 നദികളുണ്ട്, വെസ്റ്റേൺ സൈഡിലും മറു സൈഡിലും, അതായത് ലെഫ്റ്റ് റൈറ്റ്. ഈ 6 നദികളിലെയും വെള്ളം ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ 82 വെള്ളം പോകുന്നത് പാകിസ്ഥാനാണ്. നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെല്ലാം പരിമിതമാണ്, കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ നദികൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്ന വെസ്റ്റേൺ ഇൻഡസ്, ജലം, ചെനാബ്, ഈ നദികളൊക്കെ വെസ്റ്റേൺ സൈഡിലുള്ളതാണ്, പൂർണ്ണമായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ട്രീറ്റിയിൽ ഈ ഭാരതത്തിൻ്റെയും കൂടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് മോദി സർക്കാരിൻ്റെ സമയത്തല്ല, മോദി സർക്കാരിന് മുമ്പ് തന്നെ ഈ ട്രീറ്റിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഭാരതത്തിൻ്റെയും കൂടെ താല്പര്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് 1998, 2004, 2007, 2011, 2012 ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളിലെല്ലാം പാകിസ്ഥാൻ്റെ കടുംപിടുത്തം കാരണമാണ് ആ ചർച്ചകളൊന്നും പുരോഗമിക്കാതെ പോയത്. അതായത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ട് തരണം. 82%, അതായത് 80.52% വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു. വെസ്റ്റേൺ സൈഡിൽ ഭാരതത്തിന് യാതൊരു ആക്സസും ഇല്ല. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാനുള്ള വലിയ സാധ്യതയുണ്ട്, പക്ഷേ അതിനുള്ള ജലം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ട്രീറ്റ് തന്നെ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു സംഭാവനയാണ്. നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം, ഇവർ വലിയ മഹാന്മാരാണല്ലോ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ഇവർ നിരന്തരം ബലി കഴിച്ചിട്ടുണ്ട്. അത് അതിർത്തി തർക്കങ്ങളിലായാലും പാകിസ്ഥാനുമായിട്ടായാലും ചൈനയുമായിട്ടായാലും ഒക്കെ ഇത്തരം ബന്ധങ്ങൾ അവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് രാജ്യത്തിൻ്റെ താല്പര്യമല്ല, ഇപ്പോൾ അതല്ല, നേരെ തിരിച്ച് രാജ്യത്തിൻ്റെ താല്പര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അമൻകി ആശാവാദികൾ, ശാന്തിദൂതന്മാരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇടത് ആവാസ വ്യവസ്ഥയാണെങ്കിലും ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും RJDയുടെ പുതിയ താരോദയങ്ങളാണെങ്കിലും ഇവരെയൊക്കെ ഈ ഒരു മോദി വിരുദ്ധതയ്ക്ക് അപ്പുറം ഈ ISIയുടെ ഒരു ബൗദ്ധിക സ്ലീപ്പർ സെല്ലുകളെന്ന് വിശേഷിപ്പിക്കാമോ? ഈ ഡയറക്റ്റായിട്ട് ISIയെ ഇതിനകത്ത് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ബന്ധിപ്പിക്കാനോ തെളിയിക്കാനോ വലിയ ബുദ്ധിമുട്ടാണ്. ഇവരിങ്ങനൊന്നും അല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ്. പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് തേർഡ് കൺട്രീസ് വഴിയാണ്. ISI ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭാരതത്തിനുള്ളിൽ തീവ്രവാദവും ഭീകരവാദവും അതിൽ പരിശീലനം ലഭിച്ച ഭീകരരെ ഇപ്പുറത്തേക്ക് അയക്കുക, ഇപ്പോൾ ആയുധങ്ങൾ ഇപ്പുറത്തെത്തിക്കുക, വിഘടന ഗ്രൂപ്പുകളെ സഹായിക്കുക. ഇപ്പോൾ ഡ്രഗ്സും അവർ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പഞ്ചാബിലൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദം തീർന്നെന്ന് പറഞ്ഞാലും ആ പഴയ അസറ്റ്സ് ഉപയോഗിച്ച് അവരിപ്പം നടത്തുന്നത് ഡ്രഗ്സിൻ്റെ പണിയാണ്, വിപണനമാണ്. അങ്ങനെയും ഭാരതത്തെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ISI ഡയറക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ സർക്കാരിന് തന്നെ ഒരു വലിയ ലോബിയിങ് ഉണ്ടെന്നേ. ഈ ലോബിയിങ്ങിന് നമ്മൾ 2014 മുമ്പ് നമ്മൾ 0 ആയിരുന്നു. അതായത് അമേരിക്കയിലായാലും അറിയാമല്ലോ, സംഘടനകളുണ്ട്, ആഗോള സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ ആസ്ഥാനങ്ങളിലായാലും ജനീവയിലും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ആസ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കര ലോബിയുണ്ട്. ആ ലോബി ആരും ഇന്ത്യക്കാരോ അല്ലെങ്കിൽ പാകിസ്ഥാനികളോ ഒന്നുമല്ല, വിദേശികൾ, സായിപ്പന്മാരൊക്കെ തന്നെയാണ്. അവർക്ക് കോടിക്കണക്കിന് ഡോളർ കൊടുത്തിട്ട് പാകിസ്ഥാൻ്റെ അഭിപ്രായങ്ങൾ, നരേറ്റീവ്സ് പുഷ് ചെയ്യാനും അങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാനും വേണ്ടി ഇവർ കോടിക്കണക്കിന് രൂപ മുടക്കുന്നുണ്ട്. അപ്പോൾ ആ ലോബിയിങ് വഴി, അത് ചില NGOസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവർ വഴി പല സഹായങ്ങളും ഭാരതത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ആശാവാദികൾക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ പലരും നിൽക്കുന്നത്. ചിലരെ
പൂർണ്ണമായ ഒരു ഹിന്ദു വിരോധം കൊണ്ട്, അല്ലെങ്കിൽ മോദി വിരോധം കൊണ്ട്, BJP വിരോധം കൊണ്ട്, RSS വിരോധം കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരു രാജ്യവും ഈ ലോകത്ത് ഇങ്ങനെ സഹിക്കില്ലെന്നേ. എത്ര വർഷമായി ഇപ്പം ശരി, നമ്മൾ സമാധാനത്തിന് വേണ്ടി മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ POKയും പിടിച്ചെടുത്ത് ലാഹോർ വരെ പിടിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, യുദ്ധം ഉണ്ടായപ്പോൾ. നമ്മളത് ചെയ്തില്ല. എന്നിട്ട് പാകിസ്ഥാൻ അടങ്ങിയോ? 2-3 യുദ്ധങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അവരെ തോൽപ്പിച്ചു. പാകിസ്ഥാൻ അടങ്ങിയോ? ഇല്ല. അവസാനം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ലാഹോറിലേക്ക് ബസ് യാത്ര നടത്തി മാസങ്ങൾക്കുള്ളിൽ അവർ കാർഗിലിൽ കയറി അടിച്ചു, ഇല്ലേ? ഇത്രയൊക്കെ ചെയ്തു. ഒരു നഗരം മുഴുവൻ ആക്രമിച്ച 26/11 ഉണ്ടായി. ആ സമയത്തൊന്നും നമ്മൾ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവസാനം ഇപ്പോൾ ഈ പെഹൽഗാം അറ്റാക്ക് കൂടെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ തിരിച്ച് ഈ പറഞ്ഞ നടപടിയെടുത്തത്. ആ നടപടി പാകിസ്ഥാനിലെ അവർ പറയുന്ന ഒരു ന്യായം, പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഇത് ബുദ്ധിമുട്ടിക്കും, അവിടെ ഭക്ഷണമില്ലാതാവും, വെള്ളമില്ലാതാവും എന്നാണ്. ശരിയാണ്. അവിടെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ജീവിതം ഇത് വലുതായിട്ട് ബാധിക്കും. അത് പാകിസ്ഥാൻ ഭരണകൂടത്തെ വലിയ തോതിൽ പ്രഷറിലാക്കുന്നുണ്ട്. ആ പ്രഷറിലാക്കുക തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ആ പ്രഷറിലാക്കാതെ ഇവരൊരിക്കലും നേർവഴി കാണാനും പോകുന്നില്ല. നമ്മുടെ സാധാരണക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കുവാനും സാധിക്കില്ല. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടാം, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കാം. അതിപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ത്യക്കെതിരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് പ്രസ്ഥാനത്തെയും സഹായിക്കാൻ ISI തയ്യാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാജ്യത്തോട് ഇതല്ലാതെ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ്. അത് ഇൻ്റർനാഷണൽ ലോബിയിങ്ങിൽ പാകിസ്ഥാൻ അതിപ്പോൾ കൃത്യമായി ബോധ്യപ്പെടാൻ പോവുകയാണ്. പാകിസ്ഥാന് കൃത്യമായി ബോധ്യപ്പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് ഭരണകർത്താക്കൾ മുമ്പിൽ വെക്കുന്നത്, അല്ലാതെ അവർക്ക് കിട്ടുന്ന നല്ല സർട്ടിഫിക്കറ്റ് അല്ല. ആ നല്ല സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് ഇപ്പോൾ ഈ ലോബി തന്നെ പറയുന്ന ഇന്ത്യയുടെ ഇമേജ് പുറത്തെല്ലാം വളരെ മോശമാവും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് സുരക്ഷിതമായിട്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ ഇമേജ് കൊണ്ട് എന്ത് കാര്യമാണ് പുഴുങ്ങി തിന്നാനും? അതുകൊണ്ട് അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കടും പിടുത്തം അല്ലെങ്കിൽ ഒരു വലിയ നീക്കം നടത്തിയത് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ കയ്യും കാലും ഇട്ട് അടിക്കുന്നത്. അത് പാകിസ്ഥാനുള്ളിൽ തന്നെ പലരും വിവരമുള്ളവർ പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഭരണകൂടം ഈ സ്പോൺസറിങ് നിർത്തണം, ഭീകരരെ ഈ സ്പോൺസർ ചെയ്യുന്നത് നിർത്തണം. POKയിൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ബലൂജും ഒക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന പ്രദേശങ്ങളാണ്. അവരൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാൻ ഭരണകൂടം ഈ ഇന്ത്യ വിരുദ്ധത അവസാനിപ്പിക്കണമെന്ന്. അത് തന്നെയാണ് നമ്മുടെ ആവശ്യവും. തീർച്ചയായിട്ടും. RP, ഈ അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ബുദ്ധിജീവികളിലേക്ക്, ഈ ആശാവാദികളിലേക്ക് ഒന്ന് തിരികെ വന്നാൽ, ഇവര് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു, ഇറങ്ങി തുടങ്ങി കഴിഞ്ഞു. പിന്നോട്ടൊന്ന് പോയാൽ ഈ ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള ഏതൊരു പദ്ധതി വന്നാലും ഇവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തലയുയർത്തിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സർദാർ സരോവർ ഡാമിന്റെ ഒക്കെ നമ്മുടെ കൂടംകുളം ഉൾപ്പെടെ ഇതിനെല്ലാം ഇവരുടെ ഉള്ളിലെ ഉദ്ദേശം എന്താണ്? ഭാരതത്തിന്റെ വികസനം തടയുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് ഒരു ആത്യന്തികമായ നേട്ടം? ഇല്ല, ഇതിൽ അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിലെ ഈ പറയുന്ന എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഇപ്പോൾ കൂടംകുളം പദ്ധതി വന്നാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള നർമ്മദ ആന്തോളനമൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള പദ്ധതി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതിയെ ബാധിക്കും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിറങ്ങുന്ന കുറച്ച് പേരുണ്ടാവും പ്രക്ഷോഭത്തിന് വേണ്ടി. പക്ഷേ അവരെക്കാട്ടി കൂടുതൽ ഈ പ്രക്ഷോഭം നിയന്ത്രിക്കുകയും പ്രക്ഷോഭം ഉണ്ടാക്കുകയും വലുതാക്കുകയും ഇൻ്റർനാഷണൽ ലെവലിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. കൂടംകുളം പദ്ധതിയുടെ കാര്യത്തിൽ നമ്മളത് കൃത്യമായിട്ട് കണ്ടതല്ലേ, നർമ്മദയുടെ കാര്യത്തിൽ നമ്മളത് കൃത്യമായിട്ട് കാണുന്നതല്ലേ. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ, ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വളരെ വിശദമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുമാണ് സംഭവിക്കുക, ഇതാണ് സംഭവിക്കുക, അതിനപ്പുറം യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ. പക്ഷേ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിക് നേട്ടം എന്ന് പറയുന്നത് വൻ നേട്ടമാണ്. നമ്മൾ ചൈന പോലെ ഒരു രാജ്യത്തെ പോലും നമ്മൾക്ക് അവരുടെ മുകളിൽ ഇന്ത്യൻ ഓഷ്യനിൽ നമുക്കൊരു വലിയ പിടി വരികയാണ്. ചൈനയെ മാത്രമല്ല അമേരിക്കയെ പോലും നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ പ്രോജക്റ്റ് തടയാൻ വേണ്ടി ആദ്യം ചാടിയിറങ്ങിയത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ പ്രോജക്റ്റുകളും തടയുക, ഭാരതം ഒന്ന് ശക്തിപ്പെടുക, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് എതിരെ നിൽക്കുക എന്നുള്ളത്
കൃത്യമായ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത്, ഒരു സംശയവുമില്ല. അപ്പോൾ ഇനി അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇതിൽ ചിലപ്പോൾ ഇടപെടാൻ സാധ്യതയുണ്ടെന്നൊരു ധ്വനി. ആര് വേണേ ഇടപെടട്ടെന്നേ, ഇടപെടണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമുക്ക് ആരുടെയും വെള്ളം കൂടി മുട്ടിക്കണ്ടല്ലോ. ഇടപെടട്ടെ, കാര്യങ്ങൾ പറയട്ടെ. ചിലപ്പോൾ ഈ ട്രീറ്റ് തന്നെ ഒന്ന് മാറ്റി എഴുതി ഭാരതത്തിന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കും വിധം ഈ ട്രീറ്റിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോലും ചിലപ്പോൾ ഇത് സഹായകമായേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ആര് വേണേലും ഇടപെടട്ടെന്നേ, ഇടപെടണമല്ലോ. അതുതന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ വെള്ളം തടഞ്ഞു നിർത്തി ആരെങ്കിലും കൂട്ടക്കൊല ചെയ്യാനല്ല. പക്ഷേ ഇവരുടെ കണ്ണ് തുറപ്പിക്കാനും അവരെ പ്രഷറിലാക്കാനും ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഏക മാർഗം എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലും യുദ്ധമാണ്. സാധാരണക്കാരനെ ബാധിക്കും. എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ പോലൊരു രാജ്യം ഭാരതത്തോട് ഇപ്പൊ ഏറ്റുമുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അവർ തകർന്ന് തരിപ്പണമാവും. അത്ര മോശമാണ് അവിടുത്തെ സ്ഥിതി. അപ്പം നമ്മൾ അതിന് പോകാതെ നമ്മൾ ഇത് ചെയ്യുന്നത് പാകിസ്ഥാനെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്താനും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ട്രീറ്റിക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഈ പറയുന്ന ടെററിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണ അഷ്വറൻസ് ലഭിച്ചേ മതിയാവും. അത് ലോകവും മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ കപട ആശാവാദികളുടെ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു. പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്തായാലും സംഭവങ്ങൾ എങ്ങനെ വികസിച്ചു വരുന്നു എന്ന് വരും ദിവസങ്ങളിൽ കാണാം. അന്ന് ആ വിഷയങ്ങളിലും വീണ്ടും കാണാം. വളരെ നന്ദി ആർ പി. നമസ്കാരം.